എന്താന്നേ രണ്ടാളും കൂടി അങ്ങോട്ടാ വന്നേ? ഹലോ, എന്താന്ന് എടി പോന്ന്? നമ്മളിതിന്റെ കുറച്ചപ്പുറം പോന്നെയാന്ന്. കൊറേ നടന്നല്ലോ അല്ലേ രണ്ടാളും കൂടിയിട്ട്? കേറിക്കോ, ഞാൻ അങ്ങോട്ടേക്കാ. കേറിക്കോ. വേണ്ടപ്പാ, നമ്മള് അത്ര വരെയുള്ളൂ. അതിനെന്നാന്ന് കേറിക്കോ. ഒന്നുമില്ല, നമ്മൾ ഒരു നാട്ടുകാരല്ലേ. നിങ്ങളെന്നാന്ന് എല്ലാവരും കുറച്ചപ്പുറം വരെ. അതൊന്നും സാരല്ല, ബാ കേറിക്കോ. എന്താ നിങ്ങൾ മടിക്കുന്നേ? അയ്യോ മോളെ, കേറി മോളെ. അതൊന്നും സാരമൊന്നുമില്ല. അയ്യോ എന്റെ അപ്പ, ഇങ്ങനെ എന്താ ചെയ്യാ? പിന്നെന്തെല്ലാം വർത്താനം? നമ്മൾ പറയാലേ എല്ലാ എവിടെ പോ നിങ്ങള്? പൈസ ഒന്നും തരുന്നില്ല, അങ്ങ് പോയേക്കല. എന്നല്ല പൈസ പൈസ അങ്ങ് പോയേക്കല. പൈസ പൈസ എന്നാ പൈസ നിങ്ങൾ കേട്ടിട്ടില്ല ഇതുവരെ? എന്ത് വിളിച്ചു കേട്ടി? ഒരു വണ്ടി കയറി ഒരു മര്യാദ ഇല്ല, അങ്ങ് ഇറങ്ങി അങ്ങ് പോക്കാം. എന്നിട്ട് ഇത് വെറുതെ ഓടോ ഈ വണ്ടി? ഇത് എണ്ണ അടിക്കണോ, ഇത് ഡീസൽ അടിക്കണോ? 100 റുപ്യ കടിപ്പിച്ചായി ഡീസലിന്റെ പൈസ. നിങ്ങൾ വണ്ടി കയറി യാത്ര ചെയ്തിട്ട് നിങ്ങൾ പൈസ ഇല്ലെന്ന് അങ്ങ് പോക്കാം. നിങ്ങൾ വണ്ടി കയറിനാ? കുറച്ച് ഉളുപ്പ് പോണം കേട്ടാ, കുറച്ച് ഉളുപ്പ്. ഞാൻ നിന്റെ ഭർത്താവ് ഗൾഫിലാറ്റല്ലേ, അവിടെ നല്ലോണം പൈസ ഉണ്ടാക്കുന്നില്ല. നിനക്കെന്നാണ് പൈസ തരുന്നതിന് പോകുമ്പോ? പൈസ തരുന്നതിനൊന്നുമല്ല, ഞാൻ അത്തട്ടം വരെ ഉള്ളൂ എന്നിട്ട് നടന്നു പോന്നല്ലേ. നിങ്ങളല്ലേ നമ്മള് അത്രക്ക് അടുപ്പല്ലേ, അങ്ങനെ ഇങ്ങനെ. അതിനെന്നാ ഇപ്പൊ വണ്ടി കയറി പൈസ കൊടുക്കൂലാരും? ബോസിനങ്ങ് പോയാൽ ഭർത്താവ് നിങ്ങൾ പറയണ നിങ്ങൾ പൈസ തരണോ? എല്ലാ അമ്മാരും വർത്തനം പറയുന്നല്ലേ. നിങ്ങളെ വണ്ടിക്ക് കൈകാട്ടിട്ടൊന്നല്ലല്ലോ ഞാൻ കയറിനി. എല്ലപ്പോ ഒരു കുട്ടീനെ കൂടെ നടന്നു പോകുമ്പോ നമ്മള് വണ്ടി കയറ്റി, അപ്പൊ നിങ്ങൾ പൈസ അതെ, നിങ്ങൾ നാട്ടുകാരാണ്, നമ്മൾ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നുള്ള പറഞ്ഞല്ലേ കയറ്റിനി. കിട്ടിയേ പറ്റൂ. നമുക്ക് 100 റുപ്യ വേണം, 150 റുപ്യ നോട്ടാണ്. ആ കുഞ്ഞിനെ ഇതെന്ത് പഠിപ്പാണ്? എന്ത് പഠിപ്പ്? എന്ത് പഠിപ്പ്? ഞാൻ നിങ്ങളെ വണ്ടിക്ക് കൈ കാട്ടിട്ടൊന്നുമല്ലല്ലോ കേറിനി. അല്ല പറയുന്ന കേക്ക്, നമ്മൾ ഇതിനെ കൊണ്ട് ജീവിക്കുന്നതാണ്. ഇതിന്റെ അകത്ത് എണ്ണ അടിക്കണോ, പച്ചവെള്ളം അടിച്ചിട്ടില്ല ഓടുന്നു, മനസ്സിലായാ? അതെ, പൈസ തരുന്നതിന് യാതൊരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ഇപ്പൊ എന്ത് വർത്താനം നിങ്ങൾ ഈ പറയുന്നത്? ഇങ്ങനെ നാട്ടുകാരല്ലേ അങ്ങനെ ഇങ്ങനെ നാട്ടുകാർ പൈസ കൊടുക്കൂലേ? ഇപ്പൊ നാട്ടുകാരാന്ന് വെച്ചിട്ട് ഓസിനങ്ങ് പോയേക്കല. എന്ത് നാട്ടുകാർ? ഇനെന്ത് നാട്ടുകാർ? വണ്ടി കയറി സവാരി അപ്പുറം വരെയല്ലേ ഉള്ളൂ. അതിന് ഞാൻ നടന്നു പോകുന്ന പറഞ്ഞ അന്നെ പിടിച്ച് കയറ്റിയതല്ലേ നിങ്ങള്. അതിന് നിങ്ങൾ എന്തിനാ കയറാൻ നിൽക്കുന്നത്? അത് പോയാ പോരെ, ഉളുപ്പില്ലാണ്ട് ഓസി കടിക്കണം. ജാസ്തി നിങ്ങൾ വർത്താനം പറയണ്ട. 100 റുപ്യ എടുക്ക്. 100 റുപ്യ എടുത്താലേ കിട്ടിയാലേ ഞാൻ എടുത്ത് പോകും. വേറെ വർത്താനം എടുത്തോ. 100 റുപ്യ കിട്ടിയാലേ ഞാൻ പോകും. 150 റുപ്യ നോട്ടാണ്. 100 റുപ്യ കിട്ടിയാലേ ഞാൻ പോകും, ഇല്ലെങ്കിൽ ഞാൻ പോകില്ല. മര്യാദക്ക് നടന്നു അന്നേമോളെ പിടിച്ച് വണ്ടി കയറ്റി നാട്ടുകാരല്ലേ അങ്ങനെ ഇങ്ങനെയാണെല്ലാം പറഞ്ഞ് വണ്ടി കയറ്റി ഇപ്പൊ ഞാൻ ഓസിക്ക് പോകുന്നല്ലേ. എന്റെ ഭർത്താവാടുന്ന് പണിയെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ പോലെ കുരുട്ട് ബുദ്ധി ഉപയോഗിച്ചിട്ടൊന്നല്ല, കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടാണ് നമ്മളെ പോറ്റുന്നത് കേട്ടോ. ഇപ്പൊ 100 റുപ്യ 150 റുപ്യ നിങ്ങൾക്ക് വേണമെന്നല്ലേ? നിങ്ങൾക്കെല്ലാം നാണുണ്ടോ? നിങ്ങൾ ഏടിയാ കൊണ്ടക്കുന്നത്? ഇങ്ങനെയല്ല ഇതാക്കിട്ട് ഏടെ കൊണ്ടക്കുന്നത് നിങ്ങളല്ലോ? ചിലക്കാണ്ട് വണ്ടി കയറി പൈസ കൊണ്ടാണ് വെറുതെ ഭർത്താനം പറയുന്നത്. പൈസ എടുക്ക്. ഇങ്ങനെയല്ല നീ കൊറേ ഉണ്ടാക്കൂ. ഇമ്മാരിക്കൊരു ബുദ്ധിയൊന്നും ആർക്കും ഉണ്ടാവൂല. പൈസ എടുക്ക്. ഇങ്ങനെയൊന്നും ഉണ്ടാക്കിട്ട് നല്ലതിനെത്തൂല കേട്ടിനാ. അത് നീ നോക്കണ്ട കേട്ടാ. നല്ലതിനെത്തോ വടക്കിനെത്തോ ഞാൻ നോക്കിക്കോളൂ. ഇല്ല, എന്ത് ഇതല്ലോ ഉയ്യന്റെ അമ്മേ, മര്യാദക്ക് പൈസ കൊടുത്തോ? ഞാൻ ഇന്നെ എറിയൂ. പൈസ കൂടെ ഒന്നും വേണ്ട. പാഠം പഠിക്കും.